Hello, welcome back to Learn and Grow. Dear student, അപ്പോൾ ഇന്ന് ക്ലാസ് 8ൽ ഹിന്ദി ചാപ്റ്റർ 1 ധ്വനി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 ധ്വനി ഇത് എഴുതിയിരിക്കുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. ഓക്കെ, സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ധ്വനി എന്ന് വെച്ചാൽ എന്താണ്? ആവാസ് അല്ലേ, ശബ്ദം എന്നാണ് അർത്ഥം, മീനിങ്. അപ്പം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഓക്കെ. अभी न होगा मेरा अंत, अभी अभी ही तो आया है. मेरे वन में मृदुल वसंत, अभी न होगा मेरा अंत. हरे हरे है पात, ठालियाम कलियाम कोमल खात. मैं ही अपना स्वप्न मृदुल कर फेरूंगा निद्रित कलियों पर. जगा एक प्रत्युष मनोहर. पुष्प पुष्प से तंद्रालस लालस खींच लूँगा मैं. अपने नव जीवन का अमृत सहर्ष सींच दूँगा मैं. द्वारा दिखा दूँगा फिर उनको, है मेरे वो जहाँ अनंत. अभी न होगा मेरा अंत. ഓക്കെ, അപ്പം നമുക്ക് ഓരോ പങ്ക്തിയായിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. अभी न होगा मेरा अंत, अभी अभी ही तो आया है. എന്താണ് ഇവിടെ പറയുന്നത്? കവി പറയാണ്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതമാകുന്ന വനത്തിൽ മൃദുലമായിട്ടുള്ള ആ വസന്തകാലം ഇപ്പോൾ വന്നതേയുള്ളൂ. അഭി അഭി ഹി തോ ആയാ ഹേ. വസന്തകാലം ഇപ്പോൾ വന്നതേയുള്ളൂ. മേരെ വൻ മേ മൃദുൽ വസന്ത്, വസന്തകാലം. ഓക്കെ, ഇപ്പോഴേ വന്നതേയുള്ളൂ. അഭിന ഹോഗ മേരാവന്ത്, അപ്പോൾ അതിൻ്റെ അവസാനം ഇപ്പോഴൊന്നും ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. ഓക്കെ, കവിയുടെ ജീവിതത്തിൽ വന്ന ഒരു വസന്തകാലത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഹരേ ഹരേ ഹേ പാത് ഢലിയാം കലിയാം കോമൽ ഗാത്. എന്താണ്? ഗ്രീൻ കളറിലുള്ള ഇലകളും, പിന്നെന്താണ്? ഢാലിയാം ശിഖരങ്ങളും, കലിയാം മൊട്ടുകളുമൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാമല്ലേ? വസന്തം വന്നാൽ അങ്ങനെയാണല്ലേ, വസന്തകാലത്ത് നല്ല മൊട്ടുകളും ഫുൾ ഗ്രീന് അല്ലേ, പച്ചപ്പ് നിറഞ്ഞ വൃക്ഷലതാദികൾ മുഴുവനും ഇങ്ങനെ പച്ചപ്പ് തുടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നല്ല ശിഖരങ്ങളും പിന്നെ പൂമൊട്ടുകളും ഒക്കെ ഉണ്ടാവും. നല്ല സുഗന്ധമാണ് അല്ലേ. അപ്പോൾ मैं ही अपना स्वप्न मृदुल कर फेरूंगा निद्रित कलियों पर. जगा एक प्रत्युष मनोहर. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ സ്വപ്നമാകുന്ന മൃദുല കൈകൊണ്ട് എന്താണ് ഈ മൊട്ടുകളിൽ എന്താണ് പറഞ്ഞല്ലോ നമ്മൾ, കലിയാം എന്ന് വെച്ചാൽ മൊട്ടുകൾ, ഡാലിയാം എന്ന് വെച്ചാൽ ശിഖരങ്ങൾ. അപ്പോൾ ഈ കലിയാം മൊട്ടുകളെ ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് മൊട്ടുകൾ. കാരണം അത് വിടർന്നാലല്ലേ അത് എണീറ്റു എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഈ പൂമൊട്ടുകളെ എൻ്റെ മൃദുലമായ കൈകൊണ്ട് ഞാൻ ഇങ്ങനെ തലോടും. കൈകൾ കൊണ്ട് ഞാൻ അതിനെ ഫേറൂങ്ക മീൻസ് തലോടും, കൈകൾ കൊണ്ട് തലോടും. ഓക്കെ. ജഗ ഏക്ക് പ്രത്യുഷ് മനോഹർ. ജഗ എന്ന് വെച്ചാൽ ഉണരുക. അപ്പോൾ അതെന്താണ്? നമ്മളങ്ങനെ കൈകൾ കൊണ്ട് തൊടുമ്പോൾ ഉണരും അല്ലേ. അത് രാവിലെ അത് പൂക്കളായി മനോഹരമായി ഉണരും അതിരാവിലെ. ഓക്കെ, പ്രത്യുഷ് മനോഹർ. ജഗ ഏക്ക് പ്രത്യുഷ് മനോഹർ. पुष्प पुष्प से तंद्रालस लालस खींच लूँगा मैं. അപ്പോൾ ഇവിടെ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുവജനങ്ങൾ ഒരു കാര്യത്തിൽ ഫെയിലായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര നിരാശയാവും അല്ലേ. പക്ഷെ അങ്ങനെ നിരാശയാവേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. ഓക്കെ, ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. പുതിയ ഉറങ്ങിക്കിടക്കുന്ന ആ പൂമൊട്ടുകളിൽ തലോടി അപ്പോൾ അത് പിറ്റേ ദിവസം ഉണർന്നല്ലേ, അതുപോലെ നമ്മൾ നിരാശയായിട്ടിരുന്നാൽ നിരാശയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തോറ്റുപോയാൽ നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല. വീണ്ടും ഉണരണം. ഓക്കെ, പുതിയത് കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്.
നെക്സ്റ്റ് പുഷ്പ പുഷ്പ സേ ചന്ദ്രാലസ് ലാലസ് ഖീച്ച് ലൂങ്കാ മേ. അപ്പോൾ ഓരോ പുഷ്പങ്ങളിലും ഇപ്പോൾ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മളൊക്കെ ആ ഉറക്കത്തിൻ്റെ ഒരു ആലസ്യം ഉണ്ടാവും അല്ലേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആലസ്യം ഉണ്ടാവും. അപ്പോൾ ഓരോ പുഷ്പങ്ങളിലും അതുപോലെ ഉണ്ടാവും. അപ്പോൾ പുഷ്പം എന്ന് വെച്ചാൽ യുവജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ ആൾക്കാരിലും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്നെ നബ് ജീവൻ കാ അമൃത് സഹർച്ച് സീച്ച് തൂങ്കാമേ. അപ്പം എന്താണ്, ആ ഉറക്കത്തിൻ്റെ ആലസ്യം ഉണ്ടാവും എന്ന് വെച്ചാൽ തോറ്റുപോയാൽ വീണ്ടും ഉണരണം, അത് കണ്ടെത്താൻ പുതിയ ഇത് കണ്ടെത്താനൊക്കെ പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. ലാലസ് എന്ന് വെച്ചാൽ പുതിയത് നേടിയെടുക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കവിയുടെ പുതിയ ജീവനാകുന്ന അമൃത്, ഓക്കെ, അമൃത് സഹർഷ്, പുതിയ ജീവൻ അമൃത് സന്തോഷത്തോടെ നനച്ചു കൊടുക്കുകയാണ്. എന്താണ്, ഈ ചെടികളിൽ പുതിയ വെള്ളം വീഴുമ്പോൾ ഉള്ള ആ ഒരു സംഭവമില്ലേ, അതാണ് അമൃത് സഹർഷ് എന്ന് പറയുന്നത്. ഓക്കെ, ദ്വാരാ ദിഖാ ധൂംഘാ ഫിർ ഉൻകോ ഹേ മേരെ വേ ജഹാ അനന്ത് അബീന ഹോഗ മേര അന്ത്. അപ്പോൾ പുതിയ എന്താണ്, അമൃതൊക്കെ നനച്ച് കൊടുത്തു. അതിനുശേഷം പുതിയൊരു കവാടം, യുവജനങ്ങൾക്ക് പുതിയ ദ്വാർ കവാടം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അബീന ഹോഗ മേര അന്ത്, ഇപ്പോഴൊന്നും എൻ്റെ അവസാനം സംഭവിക്കുകയില്ല. ഓക്കെ, അപ്പോൾ കവി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതിസന്ധികളിൽ തകർന്നിരിക്കുന്ന യുവജനങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരു വരികളാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കവിയുടെ ജീവിതം ഒരു വസന്തകാലമായിട്ടും ഇനി വസന്തകാലത്ത് അല്ലേ, ഒരു വസന്തകാലം ആയിട്ട് പിന്നെന്താണ്, അപ്പോൾ ആ വസന്തകാലത്തിൽ ചെടികളും പുഷ്പങ്ങളൊക്കെ പുഷ്പിക്കും അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്, അത് യുവജനങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫെയിലായി കഴിഞ്ഞാൽ നിരാശയാവും. പക്ഷേ അങ്ങനെയല്ല, വിശാലമായ ഒരു ലോകം കാത്തിരിക്കാനുണ്ട്. അപ്പോൾ തോറ്റുപോയാൽ വീണ്ടും വീണ്ടും ഉണർന്ന് അതിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ കഥയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കവി പുഷ്പോं की तंद्रा और आलस्य दूर टहाने के लिए क्या करना चाहता है. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. कवि पुष्पों की तंद्रा एवं आलस दूर टहाने के लिए उनमें जीवन अमृत रूपी पराग का संचार करना चाहता है. ഓക്കെ, അപ്പോൾ ബാക്കി 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും നെക്സ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ओके, पुष्पों की अनंत तक विकसित करने के लिए कवि कौन कौन सा प्रयाग करता है. അപ്പോൾ അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, कवि के ऐसा विश्वास क्या है कि उसका अंत अभी नहीं होगी. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാക്യമേ പ്രयोग करो എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാക്യം അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരേക്കും